ഹലോ എവരിവൺ, വെൽക്കം ടു GSPR ക്ലാസ്സസ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന ചാപ്റ്ററിലെ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന പേപ്പറിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്ററിന്റെ നെയിം പ്രിവലന്റ് പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. സെക്കൻഡ് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് 3 കോമൺ ആയിട്ടുള്ള മെഷേഴ്സ് ആണ് വരുന്നത്: അരിത്തമെറ്റിക് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. അരിത്തമെറ്റിക് മീൻ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, അത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ നമുക്ക് തരാണെങ്കിൽ അതിന്റെ ആവറേജിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് റോ ഡാറ്റ, അതായത് ഓരോ കുട്ടിയുടെയും മാർക്ക് ബേസിസിലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഏത് ഫോർമുല യൂസ് ചെയ്യണം. അതുപോലെ ഗ്രൂപ്പ് ആയിട്ടുള്ള മാർക്കുകളാണ് തരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 1 to 10 വരെയുള്ള കുട്ടികളുടെ മാർക്ക് ഇത്രയാണ്, അല്ലെങ്കിൽ 1 to 10 വരെ സ്കോർ ചെയ്ത കുട്ടികളുടെ എണ്ണം ഇത്രയാണ്. ആ ഒരു ഫോർമാറ്റിൽ ഗ്രൂപ്പ് ആയിട്ട് തരികയാണെങ്കിൽ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. അരിത്തമെറ്റിക് മീനിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മീഡിയൻ ആണ് കേട്ടോ. എന്താ മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷന്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ മീഡിയൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമുക്ക് കുറെ കുട്ടികളുടെ മാർക്ക് തന്നു, ആ മാർക്കിനെ നമ്മൾ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, മീഡിയൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ് പോയിന്റ് ആണ് അല്ലെ. മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടുമുള്ള ഡിസ്ട്രിബ്യൂഷന്റെ ലൈൻസ് സെയിം ആയിരിക്കും. അതായത് മീഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ് ആ ഒരു ഡിസ്ട്രിബ്യൂഷനെ എക്സാക്റ്റ് ആയിട്ട് 2 ഹാഫുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഓരോ ഡിസ്ട്രിബ്യൂഷനിലെ നമ്മൾ പറഞ്ഞു നമുക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ കുട്ടികളുടെ മാർക്ക് അതേപോലെ പ്രൊവൈഡ് ചെയ്യാം, അതായത് റോസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാം. അൺഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ഫോർമാറ്റിൽ നമുക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാം അല്ലെ. ഗ്രൂപ്പ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ്, അതായത് 5 എന്നുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുടെ എണ്ണം 10, ആ ഒരു ഫോർമാറ്റിൽ ഡിസ്ക്രീറ്റ് ആയിട്ട് നമുക്ക് തരാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് നമുക്ക് മാർക്ക് തരാം അല്ലെ. അപ്പൊ 2 ഫോർമാറ്റിലുള്ളത് ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ നമുക്ക് കാണണം. അപ്പൊ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ മീഡിയൻ ആയിക്കോട്ടെ മോഡ് ആയിക്കോട്ടെ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും മെയിൻ 3 പാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കുക. ഒന്ന് റോ സ്കോറിന്റെ ആ ഒരു പാർട്ട് കാണാനുള്ളത്, അത് സെക്കൻഡ് വരുന്നത് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെത് കാണാന്, തേർഡ് വരുന്നത് കണ്ടിന്യൂസ് സീരീസിൻ്റെത് കാണാന്. അങ്ങനെ 3 പാർട്ടാണ് വരിക. അപ്പൊ ഫസ്റ്റ് നമ്മൾ മീഡിയൻ കാണുമ്പോഴും, അതായത് മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ് പോയിന്റ് ഓഫ് എ ഗിവൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. അപ്പൊ ആ മീഡിയൻ കാണുമ്പോഴും ഫസ്റ്റ് നമുക്ക് വരുന്നത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീഡിയൻ എങ്ങനെയാണ് കാണാന്നുള്ളത്. അതായത് നമുക്കൊരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോ മുബഷിറ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ മാർക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ അപ്പു, അമ്മു, അങ്ങനെ ഓരോ കുട്ടികളുടെയും മാർക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ മാർക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മീഡിയനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് പല ഓർഡറിലായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക അല്ലെ. അതിന് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അതായത് മീഡിയനെ കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റന്റെ ഓർഡറിന് പ്രധാനമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പൊസിഷന് ഇമ്പോർട്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിട്ടുള്ള മാർക്കിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീഡിയൻ കാണുക. n+1/2 ടേം ആയിരിക്കും ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 7 ടേം ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോ 7 + 1 8 അല്ലെ /2, അതായത് 8/2 4th ടേം ആയിരിക്കും ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 4 എന്ന് പറഞ്ഞ നമ്പർ അല്ല, 4th ടേം, 4th പൊസിഷനിൽ ഏത് നമ്പർ ആണോ ഉള്ളത് അതായിരിക്കും ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്കൊരു ഡൗട്ട് വരും അല്ലെ. ഇൻ കേസ് നമ്പർ ഓഫ് എന്താ പറയാ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ളത് 6 ആണെങ്കിലോ, 6 + 1 7/2 അല്ലെ. 7/2 എന്ന് പറഞ്ഞാൽ 3.5 അല്ലെ. 3.th ടേം ഉണ്ടോ, അല്ലെങ്കിൽ 3.5th ടേം ഉണ്ടോ? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, 4th ടേം. ഓക്കെ അല്ലെ. 3ക്കും 4നും ഇടയിലുള്ള ഒരു ടേം ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതെങ്ങനെയാ കാണാ, അങ്ങനത്തെ ഒരു കേസ് വന്നാൽ എങ്ങനെയാ കാണാന്നുള്ളത് നമുക്ക് അറിയണം അല്ലെ. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിൽ നമ്പർ ഓഫ് ഐറ്റംസ്
ഓടായി കഴിഞ്ഞാൽ ഓടല്ല ഈവൺ ആയി കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം വരും. നമ്മൾ പൊസിഷൻ എപ്പോഴും ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ എന്നാ പറയാ അല്ലെ. 3.5 പൊസിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനിൽ മീഡിയൻ കാണാന്നുള്ളത് നമ്മുടെ ഡൗട്ടാണ് അല്ലെ. അപ്പൊ മെയിൻലി നമ്മൾ ചെയ്യാറുള്ളത് മീഡിയൻ കാണാൻ 2 മെത്തേഡ് ഉണ്ട് കേട്ടോ. ഓഡ് നമ്പറിന് ഒരു ഇക്വേഷനും ഈവൺ നമ്പറിന് ഒരു മെത്തേഡിലുമാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓഡ് നമ്പർ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലെ. ഫോർ എക്സാമ്പിൾ 7 എന്നുള്ള ഓഡ് നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യാം. 7 + 1 8/2 ഫോർത്ത് ടേം ആണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ ആയിട്ട് വരിക. ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 96, 30, 74, 22, 65, 53, 49 ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ n+1/2 അതായത് ഫോർത്ത് ടേം ആണ് മീഡിയന്റെ വാല്യൂ എന്ന് കിട്ടിയില്ലേ. അപ്പൊ നമ്മൾ നോക്കാം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. 53 ആണ് ഫോർത്ത് ടേമിലുള്ള നമ്പർ അല്ലെ. അപ്പം ഈ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 53 ആണ്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, ഓഡ് നമ്പർ ഈസി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ. ഇനി ഈവൺ നമ്പർ വരുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ n യൂസ് ചെയ്തിട്ട് നമ്മൾ മീഡിയന്റെ വാല്യൂ കാണണം. n യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ n+1/2 ടേം ആണ് അല്ലെ. n+1 8 + 1 9/2 4.5 അല്ലെ. ഫോർത്ത് പൊസിഷനും അല്ല ഫിഫ്ത് പൊസിഷനും അല്ല, അതിന്റെ രണ്ടിന്റെയും ഇൻബിറ്റ്വീൻ ആയിട്ടുള്ളത് അല്ലെ. 4.5 ടേം ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ഇപ്പൊ ഫോർത്തും ഫിഫ്തിന്റെയും ടേമിലായിട്ടുള്ള ഒരു നമ്പർ അല്ലേ വന്നേ, 4.5 അല്ലേ വന്നത്. അപ്പൊ ഫോർത്ത് ടേമിന്റെയും ഫിഫ്ത് ടേമിന്റെയും ഇൻബിറ്റ്വീൻ ആയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള 2 നമ്പേഴ്സിൽ എടുക്കുക. ഇവിടെ 49ഉം 53ഉം ആണ് ഫോർത്ത് ആൻഡ് ഫിഫ്ത് പൊസിഷനിൽ വരുന്നത്. അതിന്റെ രണ്ടിന്റെയും ആവറേജ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ 49 + 53 /2 ആണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2 ടേം കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു ക്വസ്റ്റ്യനിലുള്ള നമ്പറിനെ തന്നെ എഴുതിയാൽ മതി. ഇനി ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് കണ്ടിട്ട് ആവറേജ് ആണ് നമ്മുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ ആയിട്ട് വരിക കേട്ടോ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഒരു റോ ഡാറ്റ, അതായത് നമുക്ക് കുറച്ച് കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മീഡിയൻ കണ്ടെത്തുക എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലെ. ഇനി നമുക്ക് അറിയേണ്ടത് ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എങ്ങനെയാണ് മീഡിയൻ കാണാന്നുള്ളത്. അതായത് ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ തന്നെ ഡിസ്ക്രീറ്റ് സീരീസ് ആയിട്ട് നമുക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മീഡിയൻ കാണാന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലെ. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 20 എന്ന് പറഞ്ഞ മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുടെ എണ്ണം 6 ആണ്. 25 എന്നുള്ള മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തത് 10 കുട്ടികളാണ്. അങ്ങനെ ഒരു ഫ്രീക്വൻസി ഫോർമാറ്റിൽ നമുക്ക് ഡാറ്റാസ് തരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്ന ഡാറ്റ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയാ തരിക കേട്ടോ, കമ്പ്യൂട്ട് മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാ തരിക. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ടേബിളാ ഫോമിലാക്കണം. ഫസ്റ്റ് കോളത്തിൽ മാർക്ക് എഴുതണം, സെക്കൻഡ് കോളത്തിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് ഫ്രീക്വൻസി ആണ് അത് ഉദ്ദേശിക്കുന്നത് അല്ലെ, ഫ്രീക്വൻസി എഴുതണം. തേർഡ് പാർട്ടിൽ നിങ്ങൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ള ഒരു കോളം ആഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ ഫ്രീക്വൻസിനെ നമ്മൾ പിന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ സംഭവം കാണുന്നത്? മെയിൻലി ഈ ഒരു ഫ്രീക്വൻസി നമ്മൾ വരുമ്പോ എക്സാക്ട് ആയിട്ടുള്ള വാല്യൂ കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ എറേഴ്സ് ഒക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നത് കേട്ടോ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മള് ഇപ്പൊ 6th എന്നുള്ളത് ഇപ്പൊ ഫസ്റ്റ് ഡാറ്റ അതേപോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലോട്ട് എഴുതാം, ഫസ്റ്റ് ഡാറ്റ. ഓക്കെ, അപ്പൊ അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസി കോളത്തിലുള്ളത് അതേപോലെ എഴുതാം 6 അല്ലെ. നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോരണം. 6 + 10 ആണ് നെക്സ്റ്റ് കോളത്തിൽ വരിക, 16. 16 + 14 ആണ് അടുത്ത കോളത്തിൽ വരിക. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്ത് ഓരോ ഫ്രീക്വൻസിനെയും തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ 6 അതേപോലെ ചെയ്തു, പിന്നെ 6 + 10 16, 16 + 14 30, 30 + 6 36, 36 + 4 40. ആ ഒരു ഫോർമാറ്റിലാണ് വരാം കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുമ്പോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഫ്രീക്വൻസിനെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏറ്റവും ലാസ്റ്റിലുള്ള കോളത്തിൽ കിട്ടുന്ന വാല്യൂ.
അപ്പൊ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അത് തന്നെയായിരിക്കും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് കോളത്തിൽ വരുന്ന നമ്പർ. ഓക്കെ, അപ്പൊ ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ചെയ്തെടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ഒരു കോളം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയൻ കാണാൻ സെയിം ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുക, n+1/2 ടേം. അപ്പൊ ഇതിൽ എത്ര ടേം ഉണ്ട് നോക്കണം അല്ലെ? 1, 2, 3, 4, 5 അല്ലെ? സോറി ഇത് ഫ്രീക്വൻസി ഫോർമാറ്റിലാണ് തന്നിട്ടുള്ളത് അല്ലെ? ഫ്രീക്വൻസി ഫോർമാറ്റിലാവുമ്പോൾ നമ്പർ ഓഫ് ഐറ്റം നമ്മൾ കാണണമെങ്കിൽ സം ഓഫ് എഫ് എടുക്കണം അല്ലെ? ഫ്രീക്വൻസിയുടെ സം എടുക്കണം. അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ആണ് അല്ലെ? അപ്പൊ 40 + 1 41/2. അപ്പൊ 20.5 ടേം ആണ് വരിക അല്ലെ? 20th ടേം ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എങ്ങനെ ചെയ്താൽ മതി? ഓക്കെ, 20.5 ടേം ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എവിടെയാ വരുന്നത് നോക്കാം കേട്ടോ. 20.5 ടേം എവിടെയാ വരാൻ നോക്കാം. എന്താ പറയുന്നത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളം നോക്കിയിട്ടാണ് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യുക. 6 വരെയുള്ള കുട്ടികൾക്ക് സ്കോർ ചെയ്തത് 20 മാർക്സ് ആണ്. 7 മുതൽ 16 വരെയുള്ള കുട്ടികൾ സ്കോർ ചെയ്തത് 25 മാർക്സ് ആണ്. 17 മുതൽ 30 വരെയുള്ള കുട്ടികൾ സ്കോർ ചെയ്തിട്ടുള്ളത് 30 മാർക്സ് ആണ്. 31 മുതൽ 31 മുതൽ 36 വരെയുള്ള കുട്ടികൾ സ്കോർ ചെയ്തത് 35 ആണ്. അങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 6 ഒന്നുകൂടെ പറയാം, 6 മുതൽ 15 വരെയുള്ള കുട്ടികൾ സ്കോർ ചെയ്ത മാർക്കാണ് 25. ഓക്കെ, 1 മുതൽ 6 വരെയുള്ള കുട്ടികൾ സ്കോർ ചെയ്തത് 6, 7 മുതൽ 16 വരെയുള്ള കുട്ടികൾ സ്കോർ ചെയ്തത് 25, 17 മുതൽ 30 വരെയുള്ള കുട്ടികൾ സ്കോർ ചെയ്തത് 30. അപ്പൊ നമുക്ക് എവിടെയാ കാണേണ്ടത്? 20.5 ടേം കാണണ്ട അല്ലെ? അതായത് 20 to 21 ഇടയിലുള്ള ഒരു ടേം ആണ്. അപ്പൊ നമ്മൾ നോക്കാം 20.5 ഇതിന്റെ ഇൻബിറ്റ്വീൻ എവിടെയാ വരാന്ന്. 6ന്റെ അതായത് 7th മുതൽ 16 വരെയുള്ളതില് 20.5 ഉണ്ടോ? ഇല്ല അല്ലെ? 17 മുതൽ 30 വരെയുള്ള ടേമുകളില് ഉണ്ടല്ലേ? 17 മുതൽ 17, 18, 19, 20, 20.5, 21 അല്ലെ? അപ്പൊ 20.5 ഒക്കെ എവിടെയാ വരിക? 17 to 30 ഈ ഒരു പാർട്ടിലാ വരിക. അപ്പൊ ഏത് മാർക്കാ വരിക? 30 ആയിരിക്കും. അതായത് മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ആയിരിക്കും. അപ്പൊ അങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടിട്ട് n+1/2 ടേം ഏതാണോ എന്ന് നോക്കി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ഡാറ്റയുടെ അല്ലെങ്കിൽ ആ ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ വാല്യൂ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മളിങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോൾ അതായത് കമ്പ്യൂട്ടേഷൻ പാർട്ട് വരുന്നതാണ്, ഇക്വേഷൻ ഫോർമാറ്റിൽ വരുന്നതാണ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ AGSന്റെ ഗ്രൂപ്പിലൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് മീഡിയൻ കാണുക എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഇനി വരുന്നത് കണ്ടിന്യൂസ് സീരീസ് ആണ് അല്ലെ? അതായത് 1 മുതൽ 10 വരെയുള്ള കുട്ടികൾ സ്കോർ ചെയ്തത് അല്ലെങ്കിൽ 1 മുതൽ 10 വരെ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുടെ എണ്ണം 3 ആണ്. 11 മുതൽ 20 വരെ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുടെ എണ്ണം 5 ആണ്. ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിന്റെ മീഡിയൻ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് തന്ന ഡാറ്റയെ നമ്മൾ ഒരു ടേബിൾ ആയിട്ട് എഴുതും. ഇവിടെ ഈ ഒരു പാർട്ടിൽ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇന്റർവെൽ എഴുതും, പിന്നെ ഫ്രീക്വൻസി എത്ര കുട്ടികളാണ് ആ ഒരു ലെവലിൽ വന്നിട്ടുള്ളത് എന്ന് എഴുതും. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഫസ്റ്റ് കോളത്തിലുള്ളത് ഫസ്റ്റ് റോയിലുള്ളത് അതേപോലെ എഴുതാം. പിന്നെ ഓരോന്നും ആഡ് ചെയ്ത് പോവാം അല്ലെ? 3 + 5 8, 8 + 6 14, 14 + 4 18. ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കംപ്ലീറ്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഈ ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷനിൽ, അതായത് നമുക്കൊരു കണ്ടിന്യൂസ് സീരീസിന്റെ ഫോർമാറ്റിൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ മീഡിയൻ കാണാന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യണം, അത് നമ്മൾ ചെയ്തു. പിന്നീട് n/2th ടേം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ n/2th ടേം വരുന്ന ക്ലാസ് ഇന്റർവെൽ ഏതാണെന്ന് ചെക്ക് ചെയ്യണം. ആ ഒരു ക്ലാസ് ഇന്റർവെല്ലിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി അറിയണം അല്ലെ? ടോട്ടൽ ഫ്രീക്വൻസി ആണ് n, എഫ് സമ്മേഷൻ എഫ് ആണ് n ആയിട്ട് വരിക അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് വരിക. അപ്പൊ ഇവിടെ n 50 ആണ്. 50/2
50/2 25 അല്ലെ. 25th ടേം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതിലാണോ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് നോക്കുക അല്ലെ. അപ്പൊ 25 ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കാം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് 25 വരുന്നതെന്ന്. 14, 18, 24 വരെയാണെങ്കിൽ 41 to 50 വരിക. ബട്ട് 25 മുതൽ 36 വരെ വരുന്നത് 51 to 60 എന്നുള്ള ക്ലാസ് ഇന്റർവെല്ലിലാണ്. അപ്പൊ മീഡിയൻ ക്ലാസ് ഏതായിരിക്കും? 51 to 60 എന്നുള്ളതാണ് മീഡിയൻ ക്ലാസ് വരിക. മീഡിയൻ ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ അല്ലെ. n/2th ടേം ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ അണ്ടറിലാണോ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ഇന്റർവെല്ലിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ ടോട്ടൽ നമ്പർ 50 ആയിരുന്നു. അപ്പൊ n/2 എന്ന് പറയുമ്പോൾ 50/2 25. 25 വരുന്നത് 51 to 60 എന്നുള്ള ക്ലാസിന്റെ അണ്ടറിലാണ്. അതുകൊണ്ട് ആ ഒരു ക്ലാസ് ഇന്റർവെല്ലിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയാം. ഇനി നമ്മൾ മീഡിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ L+n/2 - C by F into I എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് മീഡിയൻ ക്ലാസ് ചെയ്യുക. അതിൽ L എന്ന് ഉദ്ദേശിക്കുന്നത് എക്സാക്ട് ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്, C മീൻസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു മീഡിയൻ ക്ലാസ്, I മീൻസ് ക്ലാസ് സൈസ്, F മീൻസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് മീഡ് ക്ലാസ്, N മീൻസ് ടോട്ടൽ ഫ്രീക്വൻസി. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമുക്ക് കണ്ടത് L ആണ് അല്ലെ. L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞേ? മീഡിയൻ ക്ലാസിന്റെ എക്സാക്ട് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് ആണ് അല്ലെ. അപ്പൊ അത് നമ്മൾ കാണാം. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റും അതുപോലെ അതിന് തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ അപ്പർ ലിമിറ്റും നോക്കിയിട്ടാണ് നമ്മൾ എക്സാക്ട് ലോവർ ലിമിറ്റ് കാണാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ മീഡിയൻ ക്ലാസ് വരുന്നത് 51 to 60 ആണ് അല്ലെ. അതിന്റെ ലോവർ ലിമിറ്റ് ഏതാ? 51 to 60 എന്നുള്ള ആ ഒരു മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് വരുന്നത് 51 ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് കിട്ടി മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 51 പ്ലസ് അപ്പർ ലിമിറ്റ് ഓഫ് പ്രീവിയസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെ, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഇൻഡെക്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയാം. ഓക്കെ, അപ്പർ ലിമിറ്റ് ഓഫ് പ്രീവിയസ് ക്ലാസ് ഇന്റർവെൽ. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ക്ലാസ് ഇന്റർവെൽ ഏതാ വരുന്നത്? 41 to 50. അതിന്റെ അപ്പർ ലിമിറ്റ് 50 അല്ലെ. അപ്പൊ 51 plus 50/2 101/2 equal to 50.5 എന്ന് കിട്ടും. അതാണ് മീഡിയൻ എക്സാക്ട് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ. ഒന്നുമില്ല, നമ്മുടെ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റും അതുപോലെ അതിന് തൊട്ട് മുകളിലുള്ള ക്ലാസ് ഇന്റർവെല്ലിന്റെ അപ്പർ ലിമിറ്റും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് ലോവർ ലിമിറ്റ് കിട്ടും. അപ്പൊ L നമുക്ക് കിട്ടിയില്ലേ 50.5. ഇനി നമുക്ക് n/2 അറിയണ്ടേ? n എത്രയാ? 50 ആണ്. n/2 എന്ന് പറഞ്ഞാൽ 25 മൈനസ് ക്യുമുലേറ്റീവ് ഇൻഡെക്സ് അല്ലെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു മീഡിയൻ ക്ലാസ് വരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ മീഡിയൻ ക്ലാസ് ഏതായിരുന്നു? 51 to 60. അതാണ് മീഡിയൻ ക്ലാസ്സിലെ അതുവരെയുള്ള അപ് ടു ആണ്, അത് ശ്രദ്ധിക്കണേ. അതുവരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എഴുതേണ്ടത്. അതേതാണ്? 24 അല്ലെ. അപ് ടു എന്ന് പറഞ്ഞതോട് നമ്മൾ 24 ആണ് യൂസ് ചെയ്യേണ്ടത്, അതുവരെയുള്ളത് അല്ലെ. അപ്പൊ 24 ഡിവൈഡഡ് ബൈ എഫ് ആണ് വരുന്നത് കേട്ടോ. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി ആണ് വരുന്നത്. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി വരുന്നത് 12 അല്ലെ. ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ ആ ഒരു ക്ലാസ് എത്രയാണ് ലെങ്ത് വരുന്നത് എന്നുള്ളത് എന്താ? 1 to 10 അല്ലെ. അതായത് 10 ആണ് ക്ലാസ് ഇന്റർവെൽ വരുന്നത് 10 ആണ്. ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിൾ ആണ്. ഇക്വേഷൻ ഒന്ന് കൺഫ്യൂസിങ് ആണെന്നുള്ളൂ. 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ത്രൂ ആണ് നമുക്ക് മീഡിയൻ കിട്ടുക. L+n/2 - C/F into I ക്ലാസ് ഇന്റർവെൽ ആണ്, അത് 10 ആണെന്ന് അറിയാം. L എന്ന് പറഞ്ഞാൽ എക്സാക്ട് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് ആണ്. അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഓഫ് പ്രീവിയസ് ക്ലാസ് ഇന്റർവെൽ ചെയ്ത് കഴിഞ്ഞാൽ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് ലോവർ ലിമിറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോന്നിന്റെയും വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് മീഡിയൻ കാണാം. ഓക്കെ, മീഡിയന്റെ ഇപ്പൊ 3 മെത്തേഡിലും മീഡിയൻ നമ്മൾ പഠിച്ചില്ലേ. റോഡാറ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ കാണാം, ഡിസ്ക്രീറ്റ് സീരീസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ കാണാം, ക്ലാസ് ഇന്റർവെൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ കാണാം, കണ്ടിന്യൂസ് സീരീസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ കാണാം എന്നുള്ളത് പഠിച്ചു.
മീഡിയന്റെ മെറിറ്റും ഡിമെറിറ്റും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മോഡിനെ കുറിച്ചിട്ടാണ്. മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള എലമെന്റിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയാ. അതായത് ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ 16 മാർക്ക് അല്ലെങ്കിൽ എന്താ ഒരു 20 എന്നുള്ളൊരു മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുടെ എണ്ണം 18 അപ്പൊ ചിലപ്പോൾ എന്തായിരിക്കും 18 കുട്ടികൾക്ക് എന്ത് ചെയ്തു, അത് ഉദ്ദേശിക്കുന്നത് എന്താ, 18 കുട്ടികൾ 20 എന്നുള്ള മാർക്കാണ് സ്കോർ ചെയ്തത് അല്ലെ. അപ്പൊ അത്രയും മാർക്ക് സ്കോർ ചെയ്തത് വേറെ ചിലപ്പോൾ അല്ലെങ്കിൽ എന്താ അത്രയും കുട്ടികൾ അതിൽ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, വേറെ മാർക്ക് 2 അല്ലെങ്കിൽ 10 എന്നുള്ള മാർക്കൊന്നും സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി വന്നിട്ടുള്ള എലമെന്റ് ഏതാണോ അതിനെയാണ്, അത് എത്ര റിപ്പീറ്റ് ചെയ്ത് വന്നു എന്നുള്ളതിനെയാണ് നമ്മൾ മോഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡ് ഈസ് ദാറ്റ് മെഷർ വിച്ച് occur most frequently in a distribution. It is popular measure or the most often repeated score in the distribution. നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള എലമെന്റിനെയാണ് നമ്മൾ മോഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു കൊള്ളാക്കിയൊന്നും എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിളിലൂടെ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ, എക്സാമ്പിൾ ആയിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. സ്കോറും നമ്പർ ഓഫ് സ്റ്റുഡൻസും കൊടുത്തിട്ടുണ്ട്. 20, 25, 30, 35, 40. അപ്പൊ ഇതിൽ 20 മാർക്സ് സ്കോർ ചെയ്തത് 6 സ്റ്റുഡന്റ് ആണ്. 25 മാർക്സ് സ്കോർ ചെയ്തത് 10 സ്റ്റുഡൻസ് ആണ്. 30 മാർക്സ് 14 സ്റ്റുഡൻസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്ന 30 എന്നുള്ള മാർക്കാണ് അല്ലെ. എത്ര കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ട്? 14 സ്റ്റുഡൻസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഏത് മാർക്കാണോ ഡിസ്ട്രിബ്യൂഷനിൽ ഉള്ളത് അതിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷന്റെ മോഡ് ഏതാ? 30 ആണ്, 14 എന്നുള്ളതല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള വാല്യൂ അതാണ് കേട്ടോ. മോഡ് വരിക 30 ആണ്. അപ്പൊ ഇനി നമുക്ക് ചിലപ്പോ എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ മോഡ് ഉണ്ടായിരിക്കുക അല്ലെ. അതായത് 5 എന്നുള്ള മാർക്ക് 15 കുട്ടികൾ സ്കോർ ചെയ്തു, 10 എന്നുള്ള മാർക്കും 15 കുട്ടികൾ സ്കോർ ചെയ്തു. അപ്പൊ ആ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്ന വാല്യൂ ഏതാ? 5ഉം 10ഉം ഒരേപോലെയാണ്, ഈക്വലി ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഉള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ ഒന്നിൽ കൂടുതൽ മോഡുകൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബൈ മോഡൽ, 2 മോഡുകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ബൈ മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇനി 2ൽ കൂടുതൽ മോഡുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക, 4ഓ 5ഓ മോഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പൊ മോണോ മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ മോഡ് മാത്രം, ഒരൊറ്റ നമ്പർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, കുറേ ടൈം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മോണോ മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. മോണോ മോഡൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ മോഡ് കാണാം M is equal to L plus 2F2 by F1 by F2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് കേട്ടോ. ഇനി മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ആദ്യം നമ്മൾ മീഡിയനും മീനും കാണണം. 3 into മീഡിയൻ മൈനസ് 2 into മീൻ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് മോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. ഇനി നമുക്ക് ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷന്റെ, അപ്പൊ നമ്മൾ 3 പഠിച്ചു അല്ലെ. ഏതൊക്കെയാ? മീഡിയന്, മോഡ്, അതുപോലെ മീഡിയൻ, മോഡ്, മീൻ അല്ലെ. ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനും മീഡിയനും മോഡ് നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ നേച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയുള്ളതാണ് ആ ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ മാർക്ക് നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മളോട് ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ മീഡിയനും മോഡും മീനും തന്നു കഴിഞ്ഞാല് നമുക്ക് ആ മീനിന്റെയും മീഡിയന്റെയും മോഡിന്റെയും വാല്യൂവിനെ കമ്പയർ ചെയ്തിട്ട് ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ലെവലിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിൽ മീനും മീഡിയനും മോഡും സെയിം ആണെങ്കിൽ, ഓക്കെ, അതായത് മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനെ നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാ പറയാം. ആ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഒരു ആവറേജ് അച്ചീവ്മെന്റ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും, അതായത് ആവറേജ് ലെവലിൽ സ്കോർ ചെയ്യുന്ന ആളുകളായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് തന്ന ഡിസ്ട്രിബ്യൂഷനിലെ മീനിനെക്കാട്ടിലും കുറവാണ് മീഡിയന്, മീഡിയനെക്കാട്ടിലും കുറവാണ് മോഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ അധികവും ഹൈ അച്ചീവിംഗ് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും ആ ഒരു അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അതിനെയാണ് നമ്മൾ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇനി മീനിനെക്കാട്ടിലും കൂടുതലാണ് മോഡ്, മീനിനെക്കാട്ടിലും കൂടുതലാണ് മീഡിയൻ, മീഡിയനെക്കാട്ടിലും കൂടുതലാണ് മോഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും.
മെയിൻലി അങ്ങനെയുള്ള ക്ലാസ്സുകളിലുള്ള കുട്ടികളൊക്കെ ലോ അച്ചീവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് റൂമിൽ ലോ അച്ചീവിങ് ഗ്രൂപ്പ് ആയിരിക്കും കൂടുതലുണ്ടാകുക. അപ്പൊ അങ്ങനെ മീനിന്റെയും മീഡിയന്റെയും മോഡിന്റെയും വാല്യൂ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലാസ് റൂമിൽ ഉള്ള കുട്ടികളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീനും മീഡിയനും മോഡൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന മോഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത് അല്ലെ. അപ്പൊ മോഡ് കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലാസ് റൂമിനെ ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് അറിയണം അല്ലെ. ഗ്രൂപ്പ് ഡാറ്റ ഒക്കെ അറിയണം, അതുപോലെ റോ ഡാറ്റയ്ക്ക് നമുക്ക് എളുപ്പമല്ലേ. എങ്ങനെയാ റോ ഡാറ്റയ്ക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാം? റോ ഡാറ്റ നോക്കുക, അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള എലമെന്റ് ഏതാണോ അതാണ് മോഡ്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ല ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നത് ഏത് എലമെന്റ് ആണ് നോക്കുക, അതാണ് മോഡ്. ഓക്കെ, കാൽക്കുലേഷന്റെ ഒന്നും ആവശ്യമില്ല, അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. ഇനി നമുക്ക് അറിയേണ്ടത് ഒരു ഗ്രൂപ്പ് ഡാറ്റ തന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് അല്ലെ. നമുക്ക് ഗ്രൂപ്പ് ഡാറ്റ തന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മോഡൽ ക്ലാസ് കാണും. മോഡൽ ക്ലാസ് കണ്ടിട്ട് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, മോഡൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ L+2F2/F1/F2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഗ്രൂപ്പ് ഡാറ്റയിൽ മോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ മോഡിന്റെ മെറിറ്റും ഡിമെറിറ്റും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഓർ ഡീവിയേഷൻ ആണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ 3 ഉണ്ട്. ആ 3 നമ്മൾ ഡിസ്കസ് ചെയ്തു, 3 മെത്തേഡുകളുണ്ട്, അത് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഓർ ഡീവിയേഷനെ കുറിച്ചിട്ടാട്ടോ. എന്താ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് തന്നിട്ടുള്ള ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷനിൽ ആവറേജ് വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും അല്ലെ. ആ ആവറേജ് വാല്യൂവിൽ നിന്നും അതിലുള്ള ഒരു എലമെന്റ് എത്രത്തോളം വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിനെയാണ് ഡിസ്പേർഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിലെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു ആവറേജ് വാല്യൂ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു വാല്യൂവിൽ നിന്നും ഞാൻ എത്രത്തോളം വ്യത്യാസപ്പെട്ട് കിടക്കുന്നു, എനിക്ക് കിട്ടിയിട്ടുള്ള സ്കോർ എത്രത്തോളം വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ആവറേജിൽ നിന്നും എത്രത്തോളം വ്യത്യാസമുണ്ട്, ഈ ലെവൽ ഓഫ് അച്ചീവ്മെന്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ, അതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ നമ്മൾ മെയിൻലി ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ ഒരു കുട്ടിക്ക്, അതായത് ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂമിലുള്ള ആവറേജ് നമ്മൾ എന്ത് ചെയ്യും, ഇതിനു മുമ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലെ. മീഡിയനും മോഡൊക്കെ ത്രൂ നമുക്ക് ഒരു ക്ലാസ് റൂമിന്റെ ആവറേജ്, നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ആവറേജ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി ആ ഡിസ്ട്രിബ്യൂഷന്റെ ആവറേജ് ആയിട്ട് ഇൻഡിവിജ്വൽ സ്കോർസുകൾ നമ്മൾ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലെവൽ ഓഫ് അച്ചീവ്മെന്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നുള്ളത് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ മെഷർ ഓഫ് വേരിയബിലിറ്റി എന്നൊക്കെ പറയുന്നുണ്ടോ. Okay, measure of variability means are the measures that describe the spread or scatter of the individual scores in a group of data around an average or measure of central tendency. ഒരു ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നും എത്രത്തോളം ഒരു ഇൻഡിവിജ്വലിന്റെ സ്കോർ ഡിഫർ ചെയ്ത് കിടക്കുന്നു എന്നുള്ളതിനെയാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെഷർ ഓഫ് ഡിസ്പേർഷൻ കാണുന്നതിലൂടെ നമുക്ക് ഒരാള് എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഒരാളുടെ അച്ചീവ്മെന്റ് ലെവലൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്കൊരു ക്ലാസിന്റെ അച്ചീവ്മെന്റ് ലെവൽ കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ആ ഒരു ആവറേജ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഒരു ഇൻഡിവിജ്വലിനെ എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മെഷർ ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഡിസ്പേർഷന്റെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ ആ ക്ലാസ്സിന്റെ ആവറേജ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം പാറ്റേണിലാണ് ആളുടെ ലെവൽ വരുന്നത്. അപ്പൊ ഹോമോജിനിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലെ. ഇനി നമ്മൾ മെഷർ ഓഫ് ഡിസ്പേർഷന് കാൽക്കുലേറ്റ് ചെയ്തു, അതിന്റെ വാല്യൂ നല്ല ഹയർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമിലുള്ള ഒരു ഇത് ഇന്റർപ്രറ്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ ആവറേജ് കണ്ട സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത
നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളുള്ള ക്ലാസ് റൂം ആണെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്ന് വിചാരിക്കാം. പക്ഷെ മെഷർ ഓഫ് ഡിസ്പേർഷന്റെ വാല്യൂ ഹൈ ആണ്. ഒരു ഇൻഡിവിജ്വലിന്റെ മാർക്ക് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് മെഷർ ഓഫ് ഡിസ്പേർഷന്റെ വാല്യൂ ഹൈ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്ലാസ്സിലുള്ള ഒട്ടുമിക്ക കുട്ടികൾ നല്ലോണം പഠിക്കുന്നതാണ്. ബട്ട് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത ഈ ഇൻഡിവിജ്വൽ എന്താണ്? പഠനത്തിൽ കുറച്ച് ബാക്കിലോട്ടാണ്. അതായത് ഹെട്രോജീനിറ്റി ആണ് കൂടുതൽ എന്നുള്ളത്. ഓക്കെ, അതായത് നമ്മൾ ആവറേജിൽ നിന്ന് എന്താണോ നമ്മൾ കൺക്ലൂഷനിൽ എത്തിയത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഉള്ളത്. അപ്പൊ അങ്ങനെ ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ ലെവല് മെഷർ ഓഫ് ഡിസ്പേർഷന്റെ വാല്യൂ ഹൈ ആണോ ലോ ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഒരു ക്ലാസ് റൂമിൽ നമുക്ക് എല്ലാ ലെവലും അറിയണം അല്ലെ. ഒരു ക്ലാസ് ടോട്ടലി എന്താണ് ആ ഒരു ക്ലാസിന്റെ അവസ്ഥ എന്നുള്ളത് അറിയണം. അത് നമുക്ക് എന്ത് ചെയ്യാം? മീൻ, മീഡിയം, മോഡ് അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള ഡാറ്റാസുകളിലൂടെയൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബട്ട് ആ ഒരു ക്ലാസ് റൂമിൽ തന്നെ എത്രത്തോളം അതായത് ഓരോ ഏതെങ്കിലും ഒരു കുട്ടിയെ കൺസിഡർ ചെയ്തിട്ട് ആ കുട്ടിയുടെ അച്ചീവ്മെന്റ് ലെവൽ എത്ര എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മെഷർ ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്തിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്കറിയാലേ ആവറേജ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഓരോ ഇൻഡിവിജ്വലിനെയും കമ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വൽസിനെ കമ്പയർ ചെയ്യാനും അവരുടെ പ്രൊഫിഷ്യൻസി ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മെഷർ ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്യാം. ഒരു ക്ലാസ് റൂമിന്റെ ടോട്ടൽ ആയിട്ട് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യാം. അപ്പൊ എവിടേക്കാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ സ്കോർസും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷനിലുള്ള ഇൻഡിവിജ്വൽ എലമെന്റ്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഷർ ഓഫ് ഡിസ്പേർഷനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4 മെത്തേഡുകളാണുള്ളത്. റേഞ്ച്, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് റേഞ്ച് ആണ് പഠിക്കാനുള്ളത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാല്യൂ ആണ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിലെ ലാർജസ്റ്റ് ഐറ്റവും സ്മോളസ്റ്റ് ഐറ്റവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ L-S. അപ്പൊ നമുക്ക് എന്താ ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. കാൽക്കുലേറ്ററിന്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് നോക്കുക ഹയർ വാല്യൂ ഏതാണ് ലോവർ വാല്യൂ ഏതാണ് അതിന്റെ ഡിഫറൻസ് എന്താണ്, അതാണ് റേഞ്ച്. അപ്പൊ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റേഞ്ചിന്റെ ഏറ്റവും എന്താ ഒരു മെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക കേട്ടോ. ബട്ട് അതേപോലെ തന്നെ അതിന് ഡിമെറിറ്റും ഉണ്ട്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മെഷർ ഇപ്പൊ നമ്മൾ ഹയർ വാല്യൂവിന് ലോവർ വാല്യൂവിന് മാത്രമേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ചിലപ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ മിസ്സായി പോയാലോ അല്ലെങ്കിൽ അത് പോയാലോ ഒന്നും ഈ റേഞ്ചിനെ അഫക്ട് ചെയ്യുന്നേ ഇല്ല. ഇപ്പം നമ്മളൊരു ക്ലാസ് റൂമിലുള്ള കുട്ടികളെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കുട്ടി അനലൈസ് ചെയ്യാന്ന് വിചാരിക്കാം. ആ ഒരു സമയത്ത് ആ ക്ലാസ് റൂമിലുള്ള 2-3 കുട്ടികളുടെ മാർക്ക് തെറ്റിപ്പോയി അല്ലെങ്കിൽ 2-3 കുട്ടികളുടെ മാർക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വിട്ടു. അതൊന്നും എന്ത് ചെയ്യുന്നില്ല, റേഞ്ചിനെ ബാധിക്കുന്നില്ല അല്ലെ. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും ഈ റേഞ്ചിനെ തീരെ ബാധിക്കുന്നില്ല എന്നുള്ളത് അതിന്റെ വലിയൊരു ഡിമെറിറ്റ് ആണ് കേട്ടോ. കാരണം എന്താ, ഇടയിലുള്ള വാല്യൂസ് ഒന്നും അവർ കൺസിഡർ ചെയ്യുന്നില്ല. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ലാർജസ്റ്റ് ഐറ്റവും സ്മോളസ്റ്റ് ഐറ്റവും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് എന്റെ ഒരു ഡിമെറിറ്റ് ആയിട്ട് പറയാറുണ്ട് കേട്ടോ. ഇടയിലുള്ള വാല്യൂ പോയി കഴിഞ്ഞാലൊന്നും നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇതില് ഫ്രീക്വൻസിക്ക് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അതായത് ഒരു മാർക്ക് എത്ര തവണ ആഡ് ചെയ്തു അല്ലെങ്കിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വന്നു എന്നുള്ളതിനൊന്നും ഇതിൽ ഇമ്പോർട്ടൻസ് ഇല്ല. അതുപോലെ അതിന്റെ ഇടയിലെ നമ്പർ മിസ്സായിട്ടുണ്ടെങ്കിൽ അറിയില്ല, അതൊന്നും റേഞ്ചിനെ അഫക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷന്റെ റേഞ്ച് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഒരിക്കലും ആ റേഞ്ച് നോക്കിയിട്ട് ആ ഒരു ഡിസ്ട്രിബ്യൂഷനെ എന്ത് ചെയ്യാൻ പറ്റില്ല, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. കാരണം എന്താ, അതിൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അതിനിടയിലുള്ള വാല്യൂസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ ഫർദർ നമുക്ക് എന്തെങ്കിലും ആ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ ഒക്കെ ചെയ്തെങ്കിൽ റേഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ആകെ 2 വാല്യൂസേ ഉണ്ടായിരിക്കുള്ളൂ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. അപ്പൊ അതും അതിന്റെ ഒരു മെയിൻ ഡിമെറിറ്റ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് റേഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മീൻ ഡീവിയേഷൻ അല്ലെങ്കിൽ ആവറേജ് ഡീവിയേഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡീവിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റം ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനിൽ നിന്നും ഓരോ ഇൻഡിവിജ്വലിന്റെയും എത്രത്തോളം ഡീവിയേഷൻ വരുന്നു എന്നുള്ളതിന്റെ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ ആവറേജ് വാല്യൂ, അബ്സല്യൂട്ട് വാല്യൂ ആദ്യം എടുക്കും, എന്നിട്ട് അതിന്റെ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ മീൻ ഡീവിയേഷൻ അല്ലെങ്കിൽ ആവറേജ് ഡീവിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടായില്ല എന്നറിയാം, നമുക്കൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു പോവാം, അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്കിപ്പോ ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നു എന്ന് വിചാരിക്കാം. അതിന്റെ
മീൻ ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് എലമെന്റ് തന്നിട്ടുണ്ടായിരുന്നു 12, 14, 60, 80, 20. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യും, ഒരു ടാബുലാർ കോളത്തിൽ എഴുതും. 12, 14, 16, 80, 20 ഒരു കോളത്തിൽ എഴുതി. ഇനി അടുത്ത കോളത്തിൽ വേണ്ടത് സ്മോൾ ലെറ്റർ എക്സ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. തന്നിട്ടുള്ള ഡാറ്റ മൈനസ് എം. എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് തന്നിട്ടുള്ള, അപ്പൊ നമുക്കൊന്നുകൂടെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡീവിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആയിട്ട് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനിൽ നിന്നും ഓരോന്നിന്റെയും എന്താണ് ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് വേണ്ടതില്ല. അപ്പൊ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാറ്? ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മീൻ കാണണമെങ്കിൽ ആവറേജിനെയാണ് നമ്മൾ മീൻ എന്ന് പറയാം. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് ഒക്കെ ആഡ് ചെയ്യാം, ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ആണെന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീന് കിട്ടും അല്ലെ. 12 + 14 + 16 + 18 + 20 ഡിവൈഡഡ് ബൈ 1, 2, 3, 4, 5. 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീന് കിട്ടും. അപ്പോൾ നമുക്ക് മീന് കിട്ടി എം. ഇനി നമ്മൾ അടുത്ത കോളത്തിൽ ചെയ്യേണ്ടത് ഈ ഐറ്റം മൈനസ് മീന് ചെയ്യാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഐറ്റം 12 ആണ് വരുന്നത്. 12 - 16 - 4 വരും. നെക്സ്റ്റ് 14 ആണ് വരുന്നത്. 14 - 16 - 2 വരും. 16 - 16 0. 18 - 16 2. 20 - 16 4. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എക്സ് മൈനസ് എം കിട്ടിയില്ലേ. അപ്പൊ ഈ എക്സ് മൈനസ് എം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് യൂസ് ചെയ്താൽ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സ് മൈനസ് എം കംപ്ലീറ്റ് ആയി ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കാം, -4ഉം +4ഉം ക്യാൻസൽ ചെയ്ത് പോകും, -2ഉം +2ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് അബ്സല്യൂട്ട് വാല്യൂ എടുക്കും. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ രണ്ട് ലൈൻസിന്റെ ഉള്ളിൽ എഴുതൂലേ, അങ്ങനെ രണ്ട് അബ്സല്യൂട്ട് എടുത്തെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സൈനിന് ഇമ്പോർട്ടന്റ് ഇല്ല അല്ലെ. സൈനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. നെഗറ്റീവ് സൈൻ വന്നിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ടിന്റെ ഉള്ളിൽ കടന്ന് എത്തിക്കഴിഞ്ഞാൽ അത് പ്ലസ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ -4 ആ നമുക്ക് കിട്ടിയല്ലേ. അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ എടുക്കുന്നതോടുകൂടി അത് 4 ആയിട്ട് മാറും. -2 2 ആയിട്ട് മാറും. 0 0 തന്നെ, 2 2 തന്നെ, 4 4 തന്നെ. അപ്പൊ ഇനി ആഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നമില്ല അല്ലെ, ക്യാൻസൽ ആയി പോകുന്നില്ല. അബ്സല്യൂട്ട് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ 4 + 2 + 2 + 4 എന്ന് കിട്ടും, 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 12 കിട്ടി. ഇനി എന്താ പറഞ്ഞത്, ആ കിട്ടിയ 12 ബൈ നമ്പർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. എത്ര എലമെന്റ് ആണോ ഉള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഡീവിയേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ നമ്മൾ ആ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ്, ആവറേജ് ഓഫ് എന്ന് പറഞ്ഞാല് സമ്മ് ബൈ നമ്പർ ചെയ്യണം അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ്, എന്തിന്റെ ആവറേജ് പറയുന്നത്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ്, അബ്സല്യൂട്ട് വാല്യൂ മീൻസ് നമ്മൾ സൈൻ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഓഫ് ദ ഡീവിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റം ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ. അതായത് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിനും അരിത്തമെറ്റിക് മീനിൽ നിന്നും എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്, ഡീവിയേഷൻ ഉണ്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം, അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. ആ അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് അതിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ആവറേജ് കാണണം. അതിന്റെ അർത്ഥം എന്താ, ഈ ആഡ് ചെയ്തിട്ടുള്ള അബ്സല്യൂട്ട് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഡീവിയേഷൻ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഫോർമുല വെച്ച് പഠിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. എക്സ് മൈനസ് എക്സ് ബാർ ബൈ n ചെയ്ത് കഴിഞ്ഞാൽ സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ബൈ n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ഇപ്പൊ ഇത് റോ ഡാറ്റ ആയിരുന്നു അല്ലെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എങ്ങനെയാണ് അബ്സല്യൂട്ട് മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്, സോറി മീൻ ഡീവിയേഷൻ നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഗിവൺ ഡിസ്ട്രിബ്യൂഷനിൽ ഡിസ്ക്രീറ്റ് സീരീസ് ആയിട്ടാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, 24 25 5 അങ്ങനെ ആയിരിക്കും അല്ലെ. ഒരു ഫ്രീക്വൻസിയുടെ ഫോർമാറ്റിലായിരിക്കും തന്നിട്ടുണ്ടാവാം. അപ്പൊ നമ്മള് സൊല്യൂഷൻ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് കോളത്തിൽ മാർക്ക് എഴുതണം, സെക്കൻഡ് കോളത്തിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതണം, തേർഡ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, എഫ്എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു ഇൻഡിവിജ്വൽ മാർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ 20 × 4 80, 25 × 10 250, അങ്ങനെ ഓരോന്നിന്റെയും എഫ്എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ സം എടുക്കണം. ഓക്കെ, 80 + 250 + 420 + 210 + 240 സം എടുക്കണം. സം എടുത്തതിന് ശേഷം അപ്പൊ നമുക്ക് സമ്മേഷൻ എഫ്എക്സ് കിട്ടും അല്ലെ. സമ്മേഷൻ എഫ്എക്സ് കിട്ടിയാൽ ബൈ n കൊണ്ട് ബൈ n ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, മീന് കിട്ടും. ഓക്കെ, n നമ്മൾ എങ്ങനെയാ കാണാ,
നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ സമ്മാണ് എന്ന് വരാം. 4 + 10 + 14 + 6 + 6 ആണ് എന്ന് വരാം. 40 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മീന് ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലെ. മീന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താ? ഓരോ ഇൻഡിവിജ്വൽ മാർക്കിൽ നിന്നും മീന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലെ. 20 - 30 -10 കിട്ടും. 25 - 30 -5 കിട്ടും. 30 - 30 0. 35 - 30 +5. 40 - 30 10 അങ്ങനെ കിട്ടും. ഇനി നമ്മൾ അത് ആഡ് ചെയ്യാണ് വേണ്ടത്. ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കും. അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് സൈൻ ഒക്കെ റിമൂവ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ എഫ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് കാണും. എന്നിട്ട് അത് സം ചെയ്തിട്ട് ബൈ എൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ മീന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി നമ്മൾ കണ്ടിന്യൂസ് സീരീസ് ആണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിലും സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്ലാസ് ഇന്റർവെൽ ആണ് അല്ലെ. അപ്പൊ ക്ലാസ് ഇന്റർവെൽ ആവുമ്പോൾ നമ്മളുടെ ഈ ക്ലാസ് ഇന്റർവെൽ നമുക്ക് തരുമ്പോൾ നമ്മൾ മിഡ് പോയിന്റ് ഓഫ് ക്ലാസ് ഇന്റർവെൽ ആണ് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ 1 to 10 ആയിരുന്നു ഈ ഒരു എക്സാമ്പിളിൽ ക്ലാസ് ഇന്റർവെൽ. അപ്പൊ 1 + 10 11/2 5.5 ആണ് മിഡ് പോയിന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോന്നിന്റെയും മിഡ് പോയിന്റ്, ആ ഒരു ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ എക്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ മീൻ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മൈനസ് ചെയ്യേണ്ടത് ഈ ഒരു എക്സ് മിഡ് പോയിന്റ് ഓഫ് എക്സിൽ നിന്നാണ്. ആ ഒരു പാറ്റേണിൽ സെയിം ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിന്റെ മീൻ ഡീവിയേഷൻ കാണാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ 2 മെത്തേഡ് പഠിച്ചു അല്ലെ, റേഞ്ച്, മീൻ ഡീവിയേഷൻ. നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് ദ സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഓഫ് ഓൾ ഐറ്റം ഫ്രം അരിത്തമെറ്റിക് മീൻ. ഓക്കെ, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. അതായത് നമ്മൾ അരിത്തമെറ്റിക് മീനിൽ നിന്നും ഓരോ ഐറ്റത്തിൽ നിന്നുള്ള ഡീവിയേഷന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാ. അത് നമുക്കൊന്ന് കാൽക്കുലേഷനിലൂടെ നോക്കിയാലേ ഒന്ന് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. റോ ഡാറ്റയ്ക്ക് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല സിഗ്മ = √((X²/n) എന്നുള്ളതാണ്. അതിൽ എക്സ് എന്നുള്ളത് സ്മോൾ ലെറ്റർ എക്സ് എന്നുള്ളതോട് ഉദ്ദേശിക്കുന്ന എക്സ് മൈനസ് എക്സ് ബാർ ആണ് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത സെയിം പാറ്റേൺ ആണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് √((d²/n) ((d/n)² എന്നുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോയാൽ എത്രത്തോളം ഓക്കെ ആവും എന്നുള്ളത് അറിയില്ല. ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. നമ്മൾ പറഞ്ഞു അല്ലെ, √((d²/n) ((d/n)² എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് I × ((fd²/n) ((fd/n)² എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. അതിൽ d എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് x - a/i ആണ് കേട്ടോ. I എന്ന് പറഞ്ഞാല് ക്ലാസ് ഇന്റർവെൽ അല്ലെങ്കിൽ ക്ലാസ് സൈസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേണിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിൽ എക്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്മോൾ ലെറ്റർ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെ. സ്മോൾ ലെറ്റർ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എം അറിയണം. എം നമ്മൾ ((x/n) എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം അല്ലെ. അതായത് 20 + 34 + 40 + 29 + 70 + 18 ഡിവൈഡഡ് ബൈ n നമുക്കറിയണം. n അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീക്വൻസി നോക്കണം അല്ലെ. അല്ല, നമ്പർ ഓഫ് ഐറ്റംസ് നോക്കണം. 1 2 3 4 5 6 ഐറ്റംസ് ആണുള്ളത്. അപ്പൊ ബൈ 6 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എം കിട്ടും. എം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ, ഓരോ ഐറ്റത്തിൽ നിന്നും എം മൈനസ് ചെയ്യണം. 20 - 22 -2, 34 - 22 4, 40 - 22 -6. ആ ഒരു ഫോർമാറ്റിൽ സ്മോൾ ലെറ്റർ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. പിന്നെ x² ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിന്റെ രണ്ടിന്റെയും സമ്മേഷൻ എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ആ ഒരു ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഡി എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡി ചെയ്യാൻ x - a ചെയ്താൽ മതി. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്യൂംഡ് മീൻ ആണ് കേട്ടോ.
അപ്പൊ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ഡിസ്ക്രീറ്റ് ഒരു ഫ്രീക്വൻസി ഫോർമാറ്റിലാണ് നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞു അല്ലെ. ഫോർമുല ഫോർ കമ്പ്യൂട്ടിംഗ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ, ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡാറ്റനെ ടാബ്ല ഫോർമാറ്റിലാക്കുക, നിങ്ങളുടെ ഇക്വേഷൻ ചെയ്താൽ ഇക്വേഷനിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് നോക്കുക, അതൊക്കെ ടാബിളിന്റെ ഓരോ കോളായിട്ട് കൊടുക്കുക, എന്നിട്ട് ഇക്വേഷനിലോട്ട് പുട്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ ഒരു ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത് കേട്ടോ. സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെയാണ്, ടാബ്ലറ്റ്സിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്വാർട്ടൈൽ ഡീവിയേഷനെ കുറിച്ചാണ്. നമ്മളിപ്പോ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഡിസ്പേർഷനെ കുറിച്ചാണ് അല്ലെ. ഡിസ്പേർഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4 മെത്തേഡ് ഉണ്ട്. അതിൽ റേഞ്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, മീൻ ഡീവിയേഷൻ നമ്മൾ പറഞ്ഞു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ പറഞ്ഞു. ഇനി ലാസ്റ്റ് വൺ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് ക്വാർട്ടൈൽ ഡീവിയേഷനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മളെ ഒരു ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണം അല്ലെ. നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ചെറിയ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് 4 ഈക്വൽ പാർട്ടാണ് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് 3 പോയിന്റ്സ് വേണം അല്ലെ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്, 0 to 100 വരെയുള്ള ഒരു നമ്പർ ഓഫ് ഐറ്റംസ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിനെ എനിക്ക് 4 പാർട്ടാക്കിയിട്ട് തിരിക്കണം. ഓക്കെ, 1 2 3 4 പാർട്ടാക്കണമെങ്കിൽ എനിക്ക് 3 പോയിന്റിന്റെ ആവശ്യമുണ്ട് അല്ലെ. ബി സി ഡി എന്ന് പറഞ്ഞ 3 പോയിന്റിന്റെ ഹെൽപ്പോട് കൂടെയാണ് ഞാൻ എ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ 4 ഈക്വൽ പാർട്ടാക്കിയിട്ട് മാറ്റിയത് അല്ലെ. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്ത ഈ 3 പോയിന്റ്സുകളെയാണ്, അതായത് ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത പോയിന്റ്സുകളെയാണ് നമ്മൾ ക്വാർട്ടൈൽ പോയിന്റ്സ് എന്ന് പറയാം. ക്വാർട്ടൈൽ പോയിന്റ്സ് ഫസ്റ്റ് ക്വാർട്ടൈലിനെ നമ്മൾ അല്ലെങ്കിൽ ലോവർ ക്വാർട്ടൈലിനെ നമ്മൾ Q1 എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അതായത് ഇതിൽ പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ്. ഇനി സെക്കൻഡ് വരുന്നതിനെ നമ്മൾ മീഡിയൻ എന്നാണ് പറയാ, Q2 എന്നുള്ള പോയിന്റോട് ഉദ്ദേശിക്കാറുണ്ട്, എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇനി തേർഡ് വരുന്ന ഡി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിനെ അപ്പർ ക്വാർട്ടൈൽ അല്ലെങ്കിൽ തേർഡ് ക്വാർട്ടൈൽ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇനി ക്വാർട്ടൈൽ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ Q3 - Q1/2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് റോ ഡാറ്റ തന്നിട്ടേ കുട്ടികളുടെ മാർക്ക് അതുപോലെ തന്നിട്ട് നമ്മളോട് പറയാണ് അതിന്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ കാണാന്നുള്ള നോക്കുന്നത് കേട്ടോ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് 30, 90, 20, 10, 18, 17 അങ്ങനെയുള്ള ഒരു ഡാറ്റ തന്നിട്ട് അതിന്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ പറയും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു, എന്നിട്ട് നമ്മൾ എണ്ണി നോക്കില്ലേ, 1 2 3 4 5 6 ഐറ്റംസ് ആണുള്ളത്. അപ്പൊ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6. ഇനി എങ്ങനെയാ നമ്മൾ Q1 കാണാം? വാല്യൂ ഓഫ് n+1/4 ഐറ്റം ആണ് Q1 വരിക. ശ്രദ്ധിക്കുക, by 2 അല്ല കേട്ടോ, by 4th ഐറ്റം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാല്ലേ, ഇവിടെ 6 ആണ് വന്നത്. അപ്പൊ 6 + 1 7/4 1.75th ഐറ്റം എന്ന് കിട്ടും അല്ലെ. അപ്പൊ 1.75th ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയാ അത് കാണാം? അത് കാണാന് 1.75 അല്ലേ, ഫസ്റ്റ് ഐറ്റം പ്ലസ് 0.75 ഇൻറ്റു വാല്യൂ ഓഫ് സെക്കൻഡ് ഐറ്റം മൈനസ് വാല്യൂ ഓഫ് ഫസ്റ്റ് ഐറ്റം. ഓക്കെ, എങ്ങനെയത് വാല്യൂ ഓഫ് ഫസ്റ്റ് ഐറ്റം എന്ന് വന്നത് 1.75 ആണ്. 1.75 ഇതിന്റെ ബിറ്റ്വീനാ കിടക്കുക, 1ന്റെയും 2ന്റെയും ഇൻ ബിറ്റ്വീനുള്ള വാല്യൂ ആണ് അല്ലെ. അപ്പൊ നമ്മളത് ഫൈൻഡ് 1 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വാല്യൂ ഓഫ് ഫസ്റ്റ് ഐറ്റം പ്ലസ് പിന്നെ 0.75 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടുള്ളൂ. 0.75 ഇൻറ്റു അതെന്തായാലും എന്തിന്റെ ഇടയിലായിരിക്കും?
സെക്കൻഡിന്റെയും ഫസ്റ്റിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും വരിക അല്ലെ. അപ്പൊ വാല്യൂ ഓഫ് ഐറ്റം 2 മൈനസ് വാല്യൂ ഓഫ് ഐറ്റം 1 എന്ന് വരും. ഓക്കെ, അപ്പം വാല്യൂ ഓഫ് ഫസ്റ്റ് ഐറ്റം എന്താ 10 ആണ്. 10 പ്ലസ് 0.75 ഇൻറ്റു വാല്യൂ ഓഫ് സെക്കൻഡ് ഐറ്റം 20 മൈനസ് വാല്യൂ ഓഫ് ഫസ്റ്റ് ഐറ്റം 10. 20 മൈനസ് 10 10 എന്ന് കിട്ടും. അപ്പൊ 0.75 ഇൻറ്റു 10 7.5 എന്ന് കിട്ടും. 10 പ്ലസ് 7.5 17.5. 17.5 ആണ് ഈ ഒരു ഡാറ്റയുടെ ഫസ്റ്റ് ക്വാർട്ടൈൽ Q1. ഇതേപോലെ നമുക്ക് Q3 ഫൈൻഡ് ഔട്ട് ചെയ്യാം. Q3 ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. Q3 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ 3 ഇൻറ്റു n+1/4 ഐറ്റം ആണ് എന്നുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാറ്. അതായത് Q3 എന്ന് പറഞ്ഞാൽ എന്താ 3/4 പാർട്ട് അല്ലേ. ആ ഒരു ലെവലിലാണ് ഈ ഇക്വേഷൻ വന്നിട്ടുള്ളത് കേട്ടോ. n+1ന്റെ 1/4 പാർട്ടാണ് Q1 വരിക. അതുപോലെ n+1ന്റെ 3/4 പാർട്ടാണ് Q3 വരിക. അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് Q3 ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ Q3 മൈനസ് Q1/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റോ ഡാറ്റയുടേതാണ് അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തത്. ഇനി നമുക്ക് ഗ്രൂപ്പ് ഡാറ്റേന്റെ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെ. ഡിസ്ക്രീറ്റ് സീരീസിലും അതുപോലെ ക്ലാസ് ഇന്റർവെല്ലാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിലും ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡിസ്ക്രീറ്റ് സീരീസ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചെയ്ത് ഇനി ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് Q1 കാണാൻ L1 പ്ലസ് n/4 മൈനസ് C1/F1 ഇൻറ്റു ഐ ക്ലാസ് ഇന്റർവെൽ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. Q3 കാണാൻ L3 പ്ലസ് 3n/4 മൈനസ് C3/F3 ഇൻറ്റു ഐ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യും. എന്നിട്ട് Q3 മൈനസ് Q1/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഡാറ്റയുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ക്യുമുലേറ്റീവ് കണ്ടിന്യൂസ് സീരീസിൻ്റെതും ഇക്വേഷൻ വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഏത് ഫോർമാറ്റിൽ ഉള്ളതാണ് എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടാണ് ഇക്വേഷനിലും അതുപോലെ നമ്മൾ എഴുതുന്ന ടേബിളിലൊക്കെ ചേഞ്ചസ് വരുന്നത് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള സെയിം ഫോർമാറ്റ് തന്നെയാണ്, ജസ്റ്റ് ഇക്വേഷനിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതോടുകൂടെ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് ചെറിയൊരു പാർട്ട് കൂടെ എടുക്കാനുണ്ട് കേട്ടോ. കുറച്ച് ഗ്രാഫ്സുകളെയൊക്കെ പരിചയപ്പെടാനുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാഫുകളൊക്കെ ഒന്ന് പരിചയപ്പെടാനുണ്ട്. ഓക്കെ, അതായത് നിങ്ങളൊരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഡാറ്റനെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം എന്താ ഗ്രാഫ് യൂസ് ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈപ്പ് ഓഫ് ഗ്രാഫുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.